ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ് ഈ ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ ദിനം പ്രതിയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സ്വർണ്ണത്തിൻ്റെ വില 44% കൂടിയേക്കുന്നത്. അപ്പോൾ ഇത്രയും അധികം റിട്ടേൺസ് ഗോൾഡ് നൽകുന്നതുകൊണ്ട് തന്നെയാവും ഇപ്പോൾ എല്ലാവരും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് സ്വർണ്ണത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഗോൾഡ് ETF എന്ന് പറയുന്നത്. ഇപ്പോൾ ഗോൾഡിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഫിസിക്കൽ ഗോൾഡ് വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഡിജിറ്റൽ ഗോൾഡുകൾ വഴി നമുക്ക് ചെയ്യാം, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഗോൾഡ് ETF ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഈ രീതിയിലൊക്കെ നമുക്ക് ഈ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഓരോ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള മെച്ചം എന്താണ്, അതുപോലെ തന്നെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ്, റിട്ടേൺസ്, ടാക്സ് എഫക്ട്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ നമ്മളത് അപ്ലോഡ് ചെയ്തതായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്ത സമയത്ത് കുറേ പേര് നമ്മളോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ഗോൾഡ് ETF-നെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവുന്നത്. അപ്പോൾ പണ്ടേ മുതൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർക്ക് താല്പര്യമുണ്ട്. ഈവൻ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് വരെ ഇൻവെസ്റ്റേഴ്സിനോട് അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഡൈവേഴ്സിഫിക്കേഷൻ ഫോളോ ചെയ്യണം എന്നത്. അതായത് ഒരു അസറ്റ് ക്ലാസ്സിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ചുരുക്കരുത് എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഒരു പോർഷൻ എന്തായാലും ഗോൾഡിലേക്കും കൂടി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം സ്റ്റോക്കും ഗോൾഡും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഇപ്പം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ യെല്ലോ ലൈൻ ഗോൾഡും ബ്ലൂ ലൈൻ സ്റ്റോക്കുമാണ്. അതായത് സ്റ്റോക്സ് ഇടിയുമ്പം ഗോൾഡിൻ്റെ വിലയൊക്കെ പൊതുവെ കൂടാറാണുള്ളത്. അപ്പോൾ ഈ ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതായത് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റീസ് വരുമ്പോൾ, അതായത് എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായ ഗോൾഡിലേക്ക് തിരിയും. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ സ്റ്റോക്സ് ഇടിയും ഗോൾഡിൻ്റെ വില കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഒക്കെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ 2024 നോക്കുകയാണെങ്കിൽ ഗോൾഡ് റിട്ടേൺ സ്റ്റോക്സിനെ മറികടന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും ആളുകൾക്ക് ഇപ്പോൾ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിൽ താല്പര്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഗോൾഡ് ETFs എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഗോൾഡിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന പല രീതികളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഗോൾഡ് ETF മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഗോൾഡ് ETF എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആരൊക്കെയാണ് ഗോൾഡ് ETF-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഗോൾഡ് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഗോൾഡ് ETF-ൻ്റെ ടാക്സേഷൻ, പിന്നെ ഗോൾഡ് ETF-ൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ എങ്ങനെ നമുക്ക് ഗോൾഡ് ETF-ലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഇത് ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ഏരിയ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ എന്താണ് ഗോൾഡ് ETF എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ETF എന്നുള്ളത് നമ്മളൊന്ന് ആദ്യം അറിയണ്ടേ. അപ്പോൾ ETF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ETF എന്താണെന്ന് പറയുന്നതിന് മുമ്പ് 3 ടേംസും കൂടി നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് സ്റ്റോക്സ്, എന്താണ് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്സ് എന്താണെന്നുള്ളത് അറിയായിരിക്കും. നമ്മളിപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്സ് വാങ്ങുവാണെങ്കിൽ അതിൻ്റെ വില ഓരോ സെക്കൻഡും മാറിക്കൊണ്ടിരിക്കും അല്ലേ. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ക്യാഷ് കളക്ട് ചെയ്തിട്ട് ഫണ്ട് മാനേജേഴ്സ് പല കമ്പനിയിലേക്ക് നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യും. ഇനിയിപ്പം ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്തിട്ട് അത് ഇൻഡെക്സിലേക്കാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് സെൻസെക്സ് അതുപോലെ നിഫ്റ്റിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കറിയാം സ്റ്റോക്കിൻ്റെ വില ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കും അല്ലേ. മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ്, ഓരോ സെക്കൻഡിലും പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നില്ല ഇവിടെ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ NAV-യുടെ ബേസിലാണ്. അപ്പോൾ NAV നമ്മൾ കണക്കാക്കുന്നത് ഒരു ഡേ എൻഡിങ്ങിൻ്റെ ബേസിലാണ്. സോ നമുക്ക് ഇങ്ങനെ പറയാം, സ്റ്റോക്കിൻ്റെയും ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ETF എന്ന് പറയുന്നത്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അല്ലെങ്കിൽ ETF എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ETF എന്നുള്ള ഐഡിയ കിട്ടിയില്ലേ? ഒന്നുമില്ല, എക്സ്ചേഞ്ചിൽ നമുക്ക് ട്രേഡ് ചെയ്യാവുന്ന ഫണ്ടിനെയാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ETF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഗോൾഡ് ETF എന്നുള്ളത് നോക്കാം. അപ്പോൾ ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ മെയിൻലി ഫിസിക്കൽ ഗോൾഡ് പ്രൈസിനെ ട്രാക്ക് ചെയ്യുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് ഗോൾഡ് ETF എന്ന് പറയുന്നത്. സോ ഗോൾഡ് എന്ന അസറ്റ് ക്ലാസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്മോഡിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടാണ് ഗോൾഡ് ETF. അപ്പം ഇവിടെ ETF-ൻ്റെ വില ഗോൾഡ് പ്രൈസായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആണ്. അതായത് ഗോൾഡ് വില ഇപ്പോൾ 1% കൂടുവാണെങ്കിൽ ഗോൾഡ് ETF-ഉം ഏകദേശം 1% കൂടും. അതുപോലെ തന്നെ കുറയുമ്പോഴും, അതായത് ഇപ്പോൾ ഗോൾഡ് വില ഇപ്പോൾ 1% ഇടിഞ്ഞാൽ ഗോൾഡ് ETF-ൻ്റെ വിലയും ഏകദേശം 1% ഇടിയും. ഇനി ഇവിടുത്തെ അടുത്തൊരു അറിയേണ്ട കാര്യം, ETF എന്ന് പറഞ്ഞാൽ ഒരു പാസീവ്ലി മാനേജ് ഫണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്പെൻസ് റേഷ്യോ ഒക്കെ കുറവാണ്. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോയും കുറവാണ്. അപ്പോൾ എന്താണ് എക്സ്പെൻസ് റേഷ്യോ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ നമ്മുടെ അടുത്ത് ചാർജ് ചെയ്യുന്ന ഫീസിനെയാണ് നമ്മൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്സിനാണ് പാസീവ്ലി മാനേജ് ഫണ്ടിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് റേഷ്യോ. അപ്പോൾ ETF-ൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് മാക്സിമം 1% ആണ്. അപ്പോൾ 1% ഉള്ളിലായിരിക്കും എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അപ്പോൾ ഓരോ ഫണ്ടിനും ഓരോ എക്സ്പെൻസ് റേഷ്യോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യും മുമ്പ് നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഇനി പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്,
എത്ര ഇടപെട്ടാണ് ഫണ്ടിൻ്റെ അസറ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ആക്റ്റീവ്ലി മാനേജ് ഫണ്ടാണ് പാസീവ്ലി മാനേജ് ഫണ്ടിനേക്കാളും പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ കൂടുതലുള്ളത്. ഒരു ഗോൾഡ് ETF യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ഗോൾഡിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഗോൾഡ് ETFിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ബെനിഫിറ്റ്സ് ലഭിക്കും. ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ സ്റ്റോക്ക് ട്രേഡിംഗ് ബെനിഫിറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഗോൾഡ് ETF എന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലേ? ഇനി ആരൊക്കെയാണ് ഈ ഗോൾഡ് ETFിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? അപ്പം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പോർഷൻ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഗോൾഡ് ETF എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം 99.5% പ്യൂരിറ്റിയുള്ള സ്റ്റാൻഡേർഡ് ഗോൾഡ് ബുള്ളിയനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്കൽ ഗോൾഡിലേക്കൊക്കെ വാങ്ങുമ്പോൾ നമുക്കിപ്പോൾ സ്റ്റോറേജ് ഇഷ്യൂ അതുപോലെ തന്നെ വാങ്ങുമ്പോൾ നമുക്ക് ടാക്സ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ETF എന്നത്. ഇനിയിപ്പോൾ ഗോൾഡ് ETFിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. ഇപ്പോൾ ഗോൾഡ് ETF നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാം. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളാണ് ഗോൾഡ് ETF എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ലോക്ക് ഇൻ പീരീഡ് ഒന്നുമില്ല. അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ ഗോൾഡ് കടയിൽ പോയി വാങ്ങിയിട്ട് നമ്മൾ ഷെൽഫിൽ വെക്കുന്നതിന് പകരം നമ്മൾ ഓൺലൈനിൽ ഗോൾഡ് ETF വാങ്ങിയിട്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് നമ്മളിത് സ്റ്റോർ ചെയ്യുകയാണ്. പിന്നെ ഗോൾഡ് ETF നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഗോൾഡ് ETF ആണെങ്കിൽ, അതായത് ബയ്യർ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഗോൾഡ് ETF വിറ്റ് ക്യാഷ് ആക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഒരു ഫിസിക്കൽ ഗോൾഡ് വാങ്ങുമ്പോൾ നമുക്ക് വരുന്ന ചിലവിനേക്കാളും കുറവ് മാത്രമേ ഗോൾഡ് ETF വാങ്ങുമ്പോൾ നമുക്കിവിടെ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് നമുക്ക് ഗോൾഡ് ETFs വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1 ഗ്രാം ഗോൾഡാണ്. സോ 1 ഗ്രാം ഗോൾഡിലേക്ക് വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നമുക്ക് ഗോൾഡ് ETFs നമുക്ക് വാങ്ങാം. പക്ഷേ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം വലിയൊരു തുക തന്നെ വേണം. പിന്നെ മ്യൂച്വൽ ഫണ്ടിലെ പോലെ തന്നെ ഒരു എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് ലോഡ് ഒന്നും ഇവിടെ വരുന്നില്ല. പിന്നെ ഗോൾഡ് ETFിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് മാത്രമേ വരുന്നുള്ളൂ, വേറൊരു ടാക്സ് നമുക്കിവിടെ വരുന്നില്ല. പിന്നെ ഗോൾഡ് ETFs കൊലാട്രലായിട്ട് പല ബാങ്കുകളിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലോൺ എടുക്കാനായിട്ട് നമുക്ക് ഇത് ഈടായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇവിടെ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റിയാണ്. അതായത് നമ്മളൊരു ETF വാങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ലിക്വിഡിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് നോക്കണം. അപ്പോൾ ലിക്വിഡിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ നമുക്ക് ചെറിയൊരു എമൗണ്ട് എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് പോകും. അതും നമ്മുടെ റിട്ടേൺസ് കുറയ്ക്കാൻ കാരണമാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ETF സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ETFിൻ്റെ ലിക്വിഡിറ്റി നിങ്ങൾ ഒന്ന് നോക്കണം. അപ്പോൾ ഇതിനായിട്ട് ട്രേഡിംഗ് വോളിയം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ലിക്വിഡിറ്റി ഉള്ള ETFs നിങ്ങൾ സെലക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മണി കൺട്രോൾ, വാല്യൂ റിസർച്ചിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. അതായത് ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എക്സ്പെൻസ് റേഷ്യോയും എൻട്രി ലോഡ് അതുപോലെ എക്സിറ്റ് ലോഡ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. കാരണം ഓരോ ഫണ്ടിനും വ്യത്യാസമുണ്ട്, എൻട്രി ലോഡ്, എക്സിറ്റ് ലോഡ് അതുപോലെ എക്സ്പെൻസ് റേഷ്യോ ഒക്കെ. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ ഇവിടെ മാക്സിമം 1% വരെ പോവുള്ളൂ. 1% ഉള്ളിലായിരിക്കും എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അപ്പോൾ ഓരോ ഫണ്ടിനും ഓരോ എക്സ്പെൻസ് റേഷ്യോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളത് ശ്രദ്ധിക്കണം. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ETFസിൻ്റെ റിട്ടേൺ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. കാരണം എല്ലാ ഫണ്ടും നമ്മൾ ഗോൾഡിലേക്ക് തന്നെയാണല്ലോ ട്രാക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ സ്റ്റോക്സിലെ പോലെ തന്നെ ലിമിറ്റ് ഓർഡർ നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഇപ്പോൾ നിലവിലുള്ള പ്രൈസിനേക്കാളും ഒരു 0.5% കുറയുമ്പോഴാണ് നിങ്ങൾ വാങ്ങാൻ വേണ്ടി താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ടാക്സേഷൻ ആണ്. ഗോൾഡ് ETFിൽ നമുക്ക് വരുന്ന ടാക്സ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരാം, അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഗോൾഡ് ETF വാങ്ങിയിട്ട് 12 മാസം കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരും. അതായത് 1,25,000 കൂടുതലുള്ള പ്രോഫിറ്റിന് 12.5% ടാക്സ് നിങ്ങൾ അടയ്ക്കണം. ഇനി 12 മാസം ആകും മുമ്പാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിരിക്കും. അത് നിങ്ങളുടെ ടാക്സ് ലാബ് അനുസരിച്ചാവും ടാക്സ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ടാക്സേഷനിൽ നിങ്ങൾ അറിയാനുള്ള കാര്യം. ഇനി എങ്ങനെ നമുക്കൊരു ETF വാങ്ങാം എന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബ്രോക്കറിൻ്റെ ആപ്പിൽ നമ്മളൊരു ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കുവാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നതാണ്. നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത് HDFC നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ETF ആണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ട കാര്യം എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, നമുക്ക് സ്റ്റോക്സ് വാങ്ങുന്ന പോലെ തന്നെ നമുക്കിവിടെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ നമുക്കിവിടെ പ്രൈസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എത്ര ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ വാങ്ങാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് ആ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൈസിൽ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൈസിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ബൈ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ലിമിറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെലിവറി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം എത്രയാണ് ഇതിൻ്റെ പ്രൈസ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഈ ഒരു ഫണ്ട് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മെയിൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വോളിയമാണ്. ഞാൻ പറഞ്ഞല്ലോ ലിക്വിഡിറ്റി ഉള്ള ഫണ്ട്, ലിക്വിഡിറ്റി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഫണ്ടാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വോളിയം നോക്കുന്നതാണ്. അപ്പോൾ
അപ്പം വോളിയം ഉള്ള ഒരു ഫണ്ട് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാവുള്ളൂ ETF നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ. അതാണ് നിങ്ങളുടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഈ ഒരു ഫണ്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും റിട്ടേൺസും കാറ്റഗറി ആവറേജും റാങ്കിങ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ അതിൻ്റെ ഫണ്ടമെൻ്റൽസും നിങ്ങൾക്ക് കാണാം, AUM കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നമ്മുടെ എക്സ്പെൻസ് റേഷ്യോ, ഓരോ ഫണ്ടിനും ഓരോ എക്സ്പെൻസ് റേഷ്യോ ആയിരിക്കും. അതുപോലെ തന്നെ എൻട്രി, അതുപോലെ എക്സിറ്റ് ലോഡുകളൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഓരോ ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഇനി വോളിയത്തിൻ്റെ ബേസിൽ കുറച്ച് നല്ല ഫണ്ടുകൾ വരുന്നത് നിപ്പോൺ, HDFC, SBI, കോട്ടക്, ICICI ഒക്കെ ഉണ്ട്. ഇനി അടുത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു കാര്യം, എങ്ങനെ നമുക്ക് നല്ലൊരു ഫണ്ട് സെലക്ട് ചെയ്യാമെന്നുള്ളതായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ ETF-ഉം ഓൾമോസ്റ്റ് സിമിലർ റിട്ടേൺസ് ആണ് നൽകുന്നത്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് വരുന്നത് എക്സ്പെൻസ് റേഷ്യോ അതുപോലെ ട്രാക്കിംഗ് എററിലാണ്. സോ നിങ്ങളൊരു ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ കുറവ് എക്സ്പെൻസ് റേഷ്യോ അതുപോലെ ട്രാക്കിംഗ് എറർ കുറവുള്ള ഫണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു എക്സ്പെൻസ് റേഷ്യോ ഒക്കെ എപ്പോൾ വേണമെങ്കിലും ഒരു ആസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതും നിങ്ങളുടെ ഓർമ്മയിൽ വേണ്ട ഒരു കാര്യമാണ്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഗോൾഡ് ETF-ൽ നമ്മളിന്ന് ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യണം. കാരണം നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ യൂട്യൂബ് കൂടുതൽ ആളിലേക്ക് റെക്കമെൻഡ് ചെയ്തെന്ന് വരില്ല. സോ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെറിയൊരു എഫേർട്ട് ഇട്ടുകൊണ്ട് ഇത് ഷെയർ ചെയ്യണമെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഗോൾഡ് ബീസിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്കിതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ഈ ഒരു ചാനലിലൂടെ നമുക്ക് കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.